ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. ഇത് വെറും ഈവനിങ് വ്ളോഗല്ല കേട്ടോ, ഒരു കഷ്ടകാലം പിടിച്ചൊരു ഈവനിങ് വ്ളോഗാണ് ഇന്ന്. വൈകുന്നേരത്തെ മുറ്റടിക്കലൊക്കെയാണ് കേട്ടോ. 5-5:30 കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എന്നും മഴയാണ്. ഇപ്പോൾ ഈ തുലാമാസമായി തുടങ്ങിയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഉച്ച തിരിഞ്ഞാൽ എന്നും മഴയാണ്. അതിൻ്റെ ഇടയിൽ അനുക്കുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ വേഗം ഓക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, വൈകുന്നേരം അച്ചച്ചൻ കടയിൽ പോയിട്ട് വാങ്ങിയതാണേ. പഴംപൊരിയാണ് കേട്ടോ. വെളിച്ചെണ്ണക്കൊക്കെ വലിയ വില ആയതുകൊണ്ട് വീട്ടിലുണ്ടാക്കുക നടക്കില്ല. പിന്നെ നമ്മളെ വീട്ടിൽ എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും ഏട്ടന്മാരെ കുട്ടിയും കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെളിച്ചെണ്ണൻ്റെ വില കൊണ്ട് പഴംപൊരി ഒന്നും ഉണ്ടാക്കൽ നടക്കില്ല. അങ്ങനെ ഏതായാലും കടയിൽ നിന്ന് വാങ്ങിയ പഴംപൊരി കൂട്ടിയിട്ടുണ്ട്. അനുമോൾ എന്തോ ആലോചിച്ചും കൊണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൾ ആലോചന കട കഴിഞ്ഞപ്പോൾ ഇതാ 6-6:15 ആകുമ്പോൾ ഇതാ നല്ല മഴ ആയിട്ടുണ്ടേ. എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഉച്ച കഴിഞ്ഞാൽ എന്നും മഴയാണ്. ഇപ്പോൾ ഈ തുലാമാസത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വരവാണ് തോന്നുന്നു. ആ ഒരു മഴയത്ത് കണ്ടോ കുടയും ചൂടി നടക്കാൻ പോവുകയാണ് എൻ്റെ അമ്മൂസ്. എവിടെ നിന്നാണ് ഇപ്പോൾ ഈ കുട കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ ഓളെന്നെ എവിടെന്നേലും പോയി തപ്പി പിടിച്ച് കൊണ്ടുവരും. അപ്പോൾ കണ്ടോ, ഈ കുടൻ്റെ ഉള്ളിൽ നല്ല ചിരിയാണ് കേട്ടോ ആളെ. ഈ കുട ഉള്ളതിനെ കൊണ്ട് കാണാത്താണ്. മഴയത്ത് ഇറങ്ങാനുള്ള ചിരിയാണ് കേട്ടോ അത്. എന്താ സന്തോഷം, എന്നാ മയിലിൻ്റെ പോലെയാണ് സന്തോഷം. അങ്ങനെ ഞാനിവിടെ നാട്ടിൽ തൊലിച്ച് വിട്ടപ്പോൾ അടുക്കളയ്ക്ക് പോവാണ് കേട്ടോ, അവിടെ അപ്പുറത്ത് കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓളെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് വേഗം കുളിപ്പിച്ചിട്ടോ. കുളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ഇടുകയാണേ. കുളി കഴിഞ്ഞാലും ഡ്രസ്സ് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അമ്മൂസിനെ. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടോട്ടിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. കൊണ്ടോട്ടിക്ക് പോകുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടോട്ടിയിൽ വെച്ചാൽ ഞങ്ങൾ അമ്മമ്മ വീട് കൊണ്ടോട്ടിയാണേ. അപ്പോൾ അമ്മമ്മ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ ഈ ഒരുക്കം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുങ്ങണത്. അപ്പോൾ ഏതായാലും അങ്ങനെ അമ്മമ്മ വീട്ടിലേക്ക് പോകാനൊക്കെ പറഞ്ഞ് ഏതായാലും ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഇടയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ് കേട്ടോ. നല്ല സന്തോഷത്തിലാണ് അമ്മൂസ്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ചു. പിന്നെ ഞാൻ അമ്മൂസിനെ അവിടെ അനുമോളെ ഏൽപ്പിച്ചതിന് ശേഷം വന്നിട്ട് വേഗം കറി ഉണ്ടാക്കുകയാണ്. രാത്രിയിൽ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് കേട്ടോ. അധിക ദിവസം നമുക്ക് ചിക്കൻ കറിയും ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഉണ്ടാവില്ല രാത്രിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു നാടൻ വെപ്പാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളോടെ അരിഞ്ഞിട്ട് നമ്മൾ അരപ്പ് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും മല്ലിയും മുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേനെ. അത് പിന്നെ അങ്ങോട്ട് ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ കഷ്ണങ്ങളൂടെ ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വെപ്പാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു വെപ്പൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്നത്. ഈ ഒരു ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത്ര സമയം കൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഏട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കൈക്കെന്തോ കുത്തിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും കൽക്കുഞ്ഞനോ അങ്ങനെ എന്തോ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനും പറഞ്ഞു കൽക്കുഞ്ഞനാണ് തോന്നുന്നു പറഞ്ഞു. ഈ കൽക്കുഞ്ഞൻ എന്ന് പറഞ്ഞ സാധനം പഴുതാര എന്നൊക്കെ മറ്റു നാട്ടിലൊക്കെ പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ കൽക്കുഞ്ഞൻ എന്നാണ് പറയുക. അപ്പോൾ ഏതായാലും അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഇനി കുറച്ച് പച്ചമഞ്ഞളൊക്കെ തേക്കാമെന്ന് വെച്ചിട്ട് പച്ചമഞ്ഞളൊക്കെ തേച്ച് കൊടുത്തേ. പക്ഷേ പച്ചമഞ്ഞളിലൊന്നും നിൽക്കണില്ല കേട്ടോ. പിന്നെ ആൾ കുറച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം കടയിലൊക്കെ പോയി വന്നപ്പോഴത്തേനും ആകെ അങ്ങോട്ട് തടിച്ച് ചേർത്ത് വന്നേ. തടിച്ച് ചേർത്തെന്ന് വെച്ചാൽ ആകെ അങ്ങോട്ട് വണ്ണം വെച്ച് വന്നു, അലർജി ഉണ്ടായ പോലെ ആയി. പിന്നെ ആൾ പറഞ്ഞു ശ്വാസമൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അടുത്ത വീട്ടിലുള്ള ചെക്കനെ വിളിച്ചിട്ട് ഞങ്ങൾ വേഗം ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിൽ പോയിട്ടോ. അങ്ങനെ ഒരിത്തിരി നേരം കൊണ്ട് എന്തെല്ലാം സംഭവിച്ചതെന്ന് തന്നെ പറയാനറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ആശുപത്രിയിലെത്തി. വിളിക്കാത്ത ദൈവങ്ങളില്ല കേട്ടോ. ഒരിത്തിരി നേരം കൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് പേടിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കണ ആളെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. എനിക്കൊക്കെ വയ്യാണ്ടായാലും ഇങ്ങനെ ഞാനൊക്കെ വന്ന് കിടക്കുന്നല്ലാണ്ട് ഇതുവരെ ഇങ്ങനെ വയ്യായ്കളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സമാധാനം പോയി എന്ന് പറയാം. ഞാനും അമ്മൂസും ഇങ്ങനെ നോക്കി വെക്കാൻ കേട്ടോ. വീട്ടിലുള്ള ഏട്ടന്മാരോടോ വേറെ ആരോടോ ചേച്ചിമാരോടോ ഒന്നും പറയാണ്ടാണ് കേട്ടോ പോകുന്നത്. ഇതിങ്ങനെ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് വേഗം ഇങ്ങോട്ട് പോകുന്നതാണ്. ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു പേടി കേട്ടോ. അങ്ങനെ ഏതായാലും സിസ്റ്റർമാർ വന്നിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പാമ്പ് എന്തെങ്കിലും കൊത്തിയതാണെന്നുണ്ടെങ്കിൽ ബ്ലഡൊക്കെ വേഗം കട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടോ കട്ടാവണുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേന്നേ. ഏതായാലും നമ്മൾ അന്നാന്ന് നയിച്ച് തന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം എപ്പോഴും ഉണ്ടാവും എന്നല്ലേ പറയുക. വരാനുള്ളതൊന്നും വഴി തങ്ങൂല, ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുക തന്നെ വേണം. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ നമ്മളെ ജീവിതത്തിൽ. ഒക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാനായപ്പോഴത്തേക്ക് ഏട്ടനാകെ നല്ല ഉഷാറായിട്ടുണ്ടേ. നമ്മൾ വന്നപ്പോൾ ഉള്ളൊരു ആളല്ല ഇപ്പോൾ. പോണ നേരം കൊണ്ട് വിളിക്കാത്ത ദൈവങ്ങളില്ല. എല്ലാ മതത്തിലുള്ള ദൈവങ്ങളെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പറ്റരുതേ, ഒക്കെ സാരമില്ലാണ്ടാക്കി തരണേ എന്ന് വിചാരിച്ചിട്ട്.
രാത്രി ഒരു 10-12 മണിയായപ്പോഴത്തേക്കും നമ്മളിതാ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാനും ഏട്ടനും അമ്മൂസും നമ്മുടെ ഓട്ടോറിക്ഷ ചെക്കനും കൂടി തിരിച്ച് പോകും.